നമുക്കറിയാം ADM നവീൻ ബാബുവിൻ്റെ മരണവും അതുണ്ടാക്കിയ കോലാഹലങ്ങളും അതുണ്ടാക്കിയ വിവാദങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് CPM-നകത്തുണ്ടായ വല്ലാത്ത അന്തർധാരകളും അല്ലെങ്കിൽ നാടകങ്ങളും ഒക്കെ നമ്മൾ അന്തർധാര എന്ന് പറയാൻ പറ്റില്ല, നാടകങ്ങളും നമ്മൾ കണ്ടതാണ്. മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സ്ഥാനം തെറിക്കുകയും ചെയ്തു. അവർക്ക് പാർട്ടി നടപടികളുണ്ടായി. പിന്നീട് അവരെ പാർട്ടി കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ADM നവീൻ ബാബുവിൻ്റെ ആ മരണവും നവീൻ ബാബു മരണത്തിന് കാരണമായ ഒരു നേതാവിൻ്റെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ പ്രസംഗവും ആ പ്രസംഗം ഉണ്ടാക്കിയ കൊള്ളക്കവും നമ്മൾ കണ്ടതാണ്. പക്ഷേ അന്നൊന്നും നമ്മുടെ കേരള മുഖ്യമന്ത്രി അക്കാര്യത്തിൽ യാതൊരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. മൗനി ഭാവയായി ഇരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അത് അവിടെ കാര്യങ്ങൾ തീരുമാനിച്ചോട്ടെ, പാർട്ടി തീരുമാനിക്കട്ടെ, മറ്റ് ജില്ലാ പഞ്ചായത്ത് തീരുമാനിക്കട്ടെ, ജില്ലാ പാർട്ടി ഘടകം തീരുമാനിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് മിണ്ടാതെ നിൽക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പക്ഷേ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കകത്ത് ഇതിൻ്റെ കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റിയൊക്കെ ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ജനങ്ങളുടെ മുന്നിൽ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ അത്തരത്തിലൊരു തീരുമാനം വരുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു എന്ന് കേൾക്കാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടായി. പക്ഷേ മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോഴിതാ ഈ വിഷയത്തിൽ കേരള മുഖ്യമന്ത്രി വായ തുറന്നിരിക്കുന്നു, അഭിപ്രായം പറഞ്ഞിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്നത്. അതായത് ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് വീഴ്ച പറ്റി എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതെവിടെ വെച്ചാണെന്നറിയാമോ? പാർട്ടി സമ്മേളനത്തിൽ വെച്ചാണ്. പൊതുരംഗത്തോ പൊതുവേദിയിലോ വെച്ചല്ല. CPM കോഴിക്കോട് ജില്ലാ സമ്മേളന വേദിയിലായിരുന്നു ഇത്തരത്തിൽ ഒരു പരാമർശം മുഖ്യമന്ത്രി നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ദിവ്യ പരാതി പറയേണ്ട സ്ഥലത്ത് പറഞ്ഞില്ല എന്നും വിളിക്കാത്ത പരിപാടിക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞത് ശരിയായില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ദിവസത്തെ EP ജയരാജൻ്റെ പ്രസ്താവനകൾ ദോഷം ചെയ്തുവെന്നും പ്രതിനിധികൾ ചില കാര്യങ്ങൾ, ചില വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ, ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ, വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. അതായത് ദിവ്യ തെറ്റ് ചെയ്തിരിക്കുന്നു. ദിവ്യ പോകാൻ പാടില്ലാത്ത സ്ഥലത്ത്, എന്തെങ്കിലും ക്ഷണിക്കാത്ത സ്ഥലത്ത് പോവുകയും അതുപോലെ തന്നെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ്. എന്നാൽ പറയേണ്ടിടത്ത് പാർട്ടി വേദികളിലോ അല്ലെങ്കിൽ അതുപോലെ മറ്റ് സ്ഥലങ്ങളിലോ പറയേണ്ട സ്ഥലങ്ങൾ വേറെ പലതും ഉണ്ടായിരുന്നു. അവിടെയൊന്നും പറയാതെ ഈ ദിവ്യ ഇത് പറഞ്ഞതാണ് ഏറ്റവും വലിയ തെറ്റ്. മാത്രമല്ല ഈ EP ജയരാജൻ ഈ ഇടതുമുന്നണി സ്ഥാനത്ത് നിന്നും തെറിച്ചപ്പോഴും മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. പലപ്പോഴും EP ജയരാജൻ പിണങ്ങി നിൽക്കുകയും CPM സംസ്ഥാന സെക്രട്ടറിയുടെ ജാഥയിൽ പോലും പങ്കെടുക്കാതെ മാറി നിൽക്കുകയും ചെയ്തപ്പോഴും ഈ മുഖ്യമന്ത്രി യാതൊരു അഭിപ്രായവും പറയാതെ മാറി നിന്നു. പക്ഷേ ഇപ്പോൾ ആ കാര്യത്തിലും അദ്ദേഹം അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. EP ജയരാജൻ ചെയ്തത് തെറ്റായിപ്പോയി. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം BJP നേതാവിനെ കണ്ടു എന്ന് പറഞ്ഞതും അന്ന് അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകളും എല്ലാം തന്നെ വളരെ അപകടകരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തെറ്റ് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിനെ നീക്കിയത് എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് മുഖ്യമന്ത്രി. നേരത്തെ അങ്ങനെ നീക്കിയതല്ല എന്നും ഇടതുമുന്നണി സ്ഥാനത്ത് നിന്നും മാറ്റിയതല്ല എന്നും ഒക്കെ ഒരു പാർട്ടി നടപടിയല്ല എന്നും സ്വാഭാവികമായ ഒരു പ്രവർത്തനമാണ് ഇടതുമുന്നണിയിൽ നടന്നതെന്നൊക്കെയാണ് പാർട്ടിക്കാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന അഭിപ്രായത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് കൃത്യമായും പാർട്ടി ചർച്ച ചെയ്ത് ഒരു നടപടി എടുക്കുക തന്നെയായിരുന്നു, ശിക്ഷാ നടപടി എടുക്കുക തന്നെയായിരുന്നു EP ജയരാജനെതിരായിട്ട് ചെയ്തത് എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ആ പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം അദ്ദേഹം തെറ്റ് ചെയ്തിരിക്കുന്നു. പാർട്ടിയിൽ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകൾ നടത്തിയത് തെറ്റ് തന്നെയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഒറ്റയ്ക്ക് എന്തായാലും വിളിക്കാത്ത പരിപാടിക്ക് പോയി ഈ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ശരിയായില്ല എന്നാണ് ദിവ്യയുടെ നിലപാടിനെ കുറിച്ചും CPM പറഞ്ഞു. ഇതൊക്കെ പാർട്ടി അന്വേഷിച്ച് ശരിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ്
പാർട്ടി നടപടി സ്വീകരിച്ചതെന്ന് മുഖ്യമന്ത്രി ഈ സഹാക്കളുടെ മുന്നിൽ, സമ്മേളന പ്രതിനിധികളുടെ മുന്നിൽ പറയുകയുണ്ടായി. ചർച്ചയിൽ EP ജയരാജനെതിരെയും കടുത്ത വിമർശനം ആണ് പ്രതിനിധികൾ അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ അവർ ഉന്നയിച്ചത്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നടപടികളാണ് ജയരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ആ പ്രവർത്തികൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നും പ്രതിനിധികൾ വിമർശിച്ചപ്പോൾ EP-ക്ക് ഇത്തരം വീഴ്ചകൾ സംഭവിച്ചുവെന്ന് സമ്മതിച്ച് മുഖ്യമന്ത്രി പാർട്ടി തിരുത്തൽ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രിയെ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും. എന്തായാലും മുഖ്യമന്ത്രി മിണ്ടാതിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. EP ജയരാജനെതിരെ എടുത്തത് നടപടി തന്നെയാണ്, PP ദിവ്യയും തെറ്റുകാരിയാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.